അർഹത ഉള്ളവർക്ക് അംഗീകാരം കൊടുക്കണം. അർഹത ഉള്ളവർക്ക് അംഗീകാരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കുറേ വിശദീകരിക്കേണ്ട ഒരു പാർട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ SSLCക്ക് ഫുൾ A+ കിട്ടിയവർ, പിന്നെ ഏതെങ്കിലും ഒരു ഉന്നത എക്സാമിന് റാങ്ക് ഹോൾഡറായ മോനെ, അവരെയൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണം. മതരംഗത്തും ഒരു കുട്ടി സഖാഫിയായി മാറി, വേറൊരു മോന് ഹാഫിളായി, ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടവരെ ഹൈലൈറ്റ് ചെയ്യണം. അത് നല്ല ക്യാഷ് അവാർഡ് കൊടുത്തും നല്ല അടിപൊളി പ്രസൻറ്റേഷൻ നൽകിയിട്ടൊക്കെ. എന്തിനെന്നറിയാം, 2-3 കാര്യങ്ങൾ അതിലൂടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കൂടുതൽ പ്രചോദനവും ഇനിയും പഠിക്കാൻ. അതിനേക്കാൾ വലിയൊരു ഫലം എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിൽ ഇനിയും കുട്ടികൾ പണ്ഡിതന്മാരാവും, ഇനിയും എഡ്യൂക്കേറ്റഡായ ആൾക്കാരുണ്ടാവും. അത് ഏറ്റവും പ്രധാനമാണ്. ഒരു 101 രൂപൻ്റെ ക്യാഷ് അവാർഡിൽ ഒതുക്കരുത് എന്നർത്ഥം. ആ കുട്ടി സ്റ്റേജുമ്പോൾ കയറി തന്നെ മുതലാവില്ല. ആ 3 കമ്പിയെല്ലാം കയറിയിട്ട് 101 രൂപ, അങ്ങനെയല്ലേ, ഒരു ഉദാഹരണം പറയണം കേട്ടോ, 101 എന്നൊക്കെ ഒരു ഉദാഹരണം പറ. ആ കുട്ടികൾക്ക് ഏറ്റവും ആ കാലത്ത് സമ്മാനമായിരിക്കണം ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് എല്ലാത്തിലും. മാത്രം നിങ്ങൾ നോക്ക്, ഹുനൈൻ എന്ന് പറയുന്ന പോരാട്ടത്തിൽ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹുവിന് 2 കുതിരനെ കൊടുത്ത് എല്ലാവർക്കും 1 കൊടുക്കുമ്പോൾ എന്താണെന്നറിയോ, ഇന്നത്തെ പെർഫോമൻസ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ട. ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മഹാന്മാരെ എഴുതി അർഹത ഉള്ളവർക്ക് അംഗീകാരം കൊടുക്കണം എന്ന്. ഒരു കുട്ടി പഠിച്ചിട്ട് ഹാഫിളത്തായി, ആ കുട്ടിയുടെ വീട്ടിലേക്ക് സമ്മാനത്തിൻ്റെ പെരുമഴയായിരിക്കണം. ഈ സമ്മാനങ്ങൾ കൊടുത്തു എന്ന് അവരുടെ ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ ജൂനിയേഴ്സോ അറിയണം. എന്താ അറിയുന്നതിൻ്റെ താല്പര്യം? ഇനിയും നാട്ടിൽ പഠിതാക്കൾ, പഠിക്കുന്നവർ, എഡ്യൂക്കേറ്റഡ്, ഗ്രാജുവേറ്റഡ് വളർന്ന് പന്തലിക്കണം. നമ്മൾ നല്ലോണം ഹൈലൈറ്റ് ചെയ്യേണ്ടത് പാവങ്ങളെ സഹായിക്കുന്നതാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ ഹൈലൈറ്റ് ചെയ്യൽ. അങ്ങനെയുണ്ടല്ലോ, ഒരു പാവപ്പെട്ടാക്ക് ഒരു കിറ്റ് കൊടുത്തു, ഫോട്ടോ നോക്കി ക്ലിയർ ഇല്ല, ഒന്നുകൂടി ബാധ, നല്ല രസമുണ്ടാവും കൊടുക്കുന്ന ആൾക്ക്. ആ വാങ്ങുന്ന ആളെ മനസ്സ് പൊട്ടിയ അന്ന് തീരും നമ്മളെ ദുനിയാവും. ചിരി വരുന്നുണ്ടല്ലേ? ഇതാണ് നമ്മളെ അവസ്ഥ. ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമ്മളെ മഹലിന് മെയിൻ പ്രവർത്തന സാധനം എന്നല്ല നമ്മൾ വിചാരിക്കണം. ശരിക്കണ്ടല്ലോ, കിറ്റ് കൊടുക്കുന്നതിനേക്കാൾ റിസൾട്ട് ഉണ്ടായാലും വിദ്യാഭ്യാസം കൊടുത്താലാണ്. യാചന നടത്തുന്ന ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കിറ്റ് വേണം അല്ലേ, യൂണിറ്റ് കമ്മിറ്റീൻ്റെ ആണ് സെക്ടർ കമ്മിറ്റി, ഏത് കമ്മിറ്റി അങ്ങനെ കൊടുത്തെന്നാ അറിയാം. എന്താ കൊടുത്തത്? 2 ദിർഹം ഒപ്പിച്ചു കൊടുത്തിട്ട് 1 ദിർഹം കൊണ്ട് വീട്ടിൽ ഇപ്പോൾ ഗോതമ്പെല്ലാം